പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പിടിയിലായി. നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് എതിരാളികളൊക്കെ ഉള്ള ഒരു റിയാലിറ്റി ഷോ പ്രവർത്തകനായിരുന്നു നമ്മുടെ ഈ പോലീസുകാരൻ കൂടിയായ ഫിലിപ്പ് മമ്പാട്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, പറയൂ. ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2025 സെപ്റ്റംബർ മാസത്തിൽ 16-കാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഈ പെരിന്തൽമണ്ണ പോലീസിൽ SI ആയി ജോലി ചെയ്തു വരവേ അവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ്. പിന്നീട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു പിന്നെ പൊതുയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പെൺകുട്ടി ഈ സ്കൂളിലെ കൗൺസിലിംഗിടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈനിൽ നിന്ന് ചേവായൂർ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ മമ്പാട് സ്വദേശിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഇങ്ങോട്ടേക്ക് കൈമാറുകയും നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു നടപടികൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ പീഡനത്തിന് സമാനമായ കാര്യങ്ങൾ കാസർഗോഡ് കൊണ്ടുപോയി ചെയ്തത് എന്നാണ് പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഈ കൗൺസിലിംഗിടെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ സ്പീക്കിന്റെ ഭാഗമായി ഇദ്ദേഹം ഈ പെൺകുട്ടിയെ കാസർഗോഡേക്ക് കൊണ്ടുപോവുകയും അതിനിടയിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതിയുള്ളത്. ഇനിയിപ്പോൾ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് പോലീസ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.